ഒരു മട്ടൺ എടുത്ത കാരണത്താൽ വീട്ടിലുള്ള അച്ഛനും അമ്മയും പറഞ്ഞു, എന്ത് മനുഷ്യനാണത്. പിന്നെ ഷാനവാസ് എടുത്തതിന് ശേഷമാണ് ഞാൻ എടുത്തതെന്ന് ആര്യം പറയുന്നുണ്ട്. ആദിലയും ജിസയിലും ആര്യനും കൂടെ സംസാരിക്കുകയാണ്. അച്ഛനും അമ്മയ്ക്കും പറഞ്ഞതിനൊപ്പം മൈ എന്ന് വിളിച്ച് തുടങ്ങിയിട്ട് അങ്ങ് അവിടെ വെച്ച് നിർത്തി. ഞാൻ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചവൻ പറഞ്ഞത്, നീ നൂറെ വിളിച്ചിട്ടുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞ ആ ടോപ്പിക്ക് വേറെയാണ്. ജിസേൽ പറയുന്നുണ്ട്, ഈ അക്ബറാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എത്ര പ്യുവറാണ്. ഈ പ്യുവർ എന്നുള്ള വേർഡ് പോലും യൂസ് ചെയ്തത് അവനാണെന്ന് ജിസേൽ പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ എത്ര നല്ല കൂട്ടുകാരാ ഗേയ്സ് എന്നൊക്കെ അക്ബറാണ് പറഞ്ഞതെന്ന് ജിസേലും ആര്യനും പറയുന്നുണ്ട്. ഇത്രയൊക്കെ ആയിട്ട് ഞങ്ങൾക്കിപ്പം സംസാരിക്കാൻ പോലും പേടിയാണെന്ന് ജിസേൽ പറയുന്നുണ്ട്. ഞങ്ങളിനി സംസാരിച്ചാലും നിങ്ങളത് ബാഡാക്കും. അന്നേരം പിന്നെ ഞങ്ങൾ സംസാരിക്കുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ, ഞങ്ങൾ ബാഡാവത്തല്ലേ ഉള്ളൂ. ജെന്യുവൻലി ഞങ്ങളിനി സംസാരിച്ചാലും ആൾക്കാർക്ക് തോന്നും ഇനി ഞങ്ങൾ ഫേക്ക് കളിക്കുവാണെന്ന്. അതുകൊണ്ട് ഞങ്ങളിനി സംസാരിക്കുന്നേ ഇല്ല, ഒരു കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നില്ല, ഫീലിങ്സിനെ പറ്റി സംസാരിക്കുന്നില്ല, ഒന്നുമില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട്. ആദില പറയുന്നുണ്ട്, ഫേക്ക് കളിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതൊരു ട്രാക്കാണെങ്കിലും അല്ലെങ്കിൽ പ്യുവർ ലവ് ആണെങ്കിലും ഇറ്റ്സ് നൈസ് എന്ന് ആദില പറയുന്നു. ഇപ്പോൾ 60 ഡേയ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫേക്ക് ആവാൻ പറ്റത്തില്ലെന്ന് ജിസേൽ പറയുന്നുണ്ട്. ഞങ്ങൾ ചിരിച്ച് കളിച്ച് സംസാരിക്കുമ്പോൾ ജഡ്ജ് ചെയ്യും. അത് ജഡ്ജ് ചെയ്യുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? എവിടെയെങ്കിലും ഫൈറ്റ് വരുമ്പോഴാണ് ഞങ്ങളെ ജഡ്ജ് ചെയ്യുന്നതെന്ന് ആര്യം പറയുന്നുണ്ട്. ജഡ്ജ് ചെയ്യുന്നത് എന്താ? ഞങ്ങൾ ഇൻഡിവിജ്വൽ കളി ഞങ്ങൾ കൂടെ കളിക്കുന്നില്ല, കൂടെ ഇരിക്കുന്നില്ല, പിന്നെന്തോ ഇൻഡിവിജ്വൽ കളി എന്ന് പറയുന്നത്. ഗെയിമൊക്കെ ആയാൽ ഞങ്ങൾ വേറെ ടീമിൽ തന്നെ അല്ലേ കളിക്കുന്നതെന്ന് ജിസേലും ആര്യനും ചോദിക്കുകയാണ്. ഇനി എങ്ങനെ ഞങ്ങൾ ബോണ്ടാവും, എപ്പോൾ ഞങ്ങൾ ബോണ്ടാവുമെന്ന് ജിസേൽ ചോദിക്കുന്നുണ്ട്. ഇനി രാത്രി സംസാരിച്ചാലും അത് പ്രോബ്ലം ആവും. ഇനി ഞങ്ങൾ ബെഡ് പോലും മാറി ഇനി എങ്ങനെ സംസാരിക്കും? ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ലവ് ട്രാക്ക് അല്ലായിരുന്നെന്ന് ജിസേൽ പറയുന്നുണ്ട്. ഇനി ഒന്നും ആവത്തില്ലെന്നും ജിസേൽ പറയുന്നു. 60 ഡേയ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ന് പിടിക്കും ലവ് ട്രാക്ക്, അത് പറയുന്ന ജിസേൽ ചോദിക്കുന്നുണ്ട് ആദിലയോട്. നിങ്ങൾ ബെഡ് സ്പ്ലിറ്റ് ചെയ്യും, പക്ഷേ ബാക്കി എല്ലാ ബോണ്ടും കീപ്പ് ചെയ്യാനെന്ന് ആദില പറയുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട്, ഇത്രയും വലിയൊരു വീട്ടിൽ ഇത്രയും ആൾക്കാർ താമസിക്കുമ്പം അവർ നമ്മളെ കുറ്റം പറഞ്ഞു. അഭിലാഷും ഒനിലും പറഞ്ഞു. ഇപ്പോൾ അഭിലാഷ് പോയി, അത് അവരുടെ തോന്നലായിരുന്നു. ഞാൻ ഹൈജീൻ അല്ല എന്നൊക്കെ ഇവിടെ കുറേ പേര് പറയുന്നു. നിങ്ങളൊക്കെ ഉണരുന്നതിന് മുമ്പേ തന്നെ ഞാൻ കുളിച്ച് റെഡിയായിരിക്കും. അനീഷ് ഉണരുന്ന സമയത്ത് ഞാൻ ഉണരുമെന്ന് ജിസേൽ പറയുന്നു. പിന്നെ ബിന്നി ഇവിടെ ഭയങ്കര ഹൈജീൻ ആയിട്ടുള്ള ഒരാളാണെന്ന് പറയുന്നു. പക്ഷേ ബിന്നി ഒരു നേരം മാത്രമാണ് കുളിക്കുന്നത്, ഞാൻ 2 നേരം കുളിക്കുമെന്നും ജിസേൽ പറയുന്നുണ്ട്.